ഹലോ എവരി വൺ, വെൽക്കം ടു ദ 13th ഡിസൈബിൾ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ജെനസിസ് 3rd ചാപ്റ്ററാണ്, ഉൽപ്പത്തി 3-ാം അധ്യായം. അപ്പോൾ അതിൽ മനുഷ്യൻ്റെ വീഴ്ച, ആദമിൻ്റെ ഹവ്വയുടെ വീഴ്ച പറ്റിയത് എങ്ങനെയാണെന്നാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത്. അത് അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പറയുന്നത് ഈ പാമ്പ് ഹവ്വയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ടും ഹവ്വയ്ക്ക് പക്ഷെ അതൊരു ഷോക്കായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു മൃഗം ഒരു മനുഷ്യനോട് വാക്കുകളാൽ സംസാരിക്കുന്നത് കേട്ടിട്ട് ഹവ്വയ്ക്ക് ഒരു അല്പം പോലും ഒരു ഷോക്ക് ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നൊരു ചിന്ത അവിടെ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും പക്ഷേ അത് ശരിക്കും ഒരു വാർണിംഗ് സൈൻ ആയിരുന്നു. അതിലെന്തോ ഒരു പന്തികേടുണ്ട് എന്നുള്ളൊരു വാർണിംഗ് സൈനായിരുന്നു. പക്ഷേ ഹവ്വയ്ക്ക് അത് മനസ്സിലാക്കാൻ അത് സാധിച്ചില്ല എന്ന് നമുക്ക് കാണാനിടയാകുന്നുണ്ട്. ഒരു പക്ഷേ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹവ്വ ആദമിനെ വെച്ച് നോക്കുമ്പോൾ ഹവ്വ സ്പിരിച്വലി ഒരല്പം വീക്കായിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാനിടയാകും. അതുകൊണ്ടായിരിക്കാം അതങ്ങനെ സംഭവിച്ചിട്ടും ഹവ്വയ്ക്ക് ഒരു മൃഗം, ഒരു പാമ്പ് അവിടെ സംസാരിച്ചിട്ടും ഹവ്വയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഷോക്കോ അല്ലെങ്കിൽ അതിശയമോ ഒന്നും തോന്നാതിരിക്കും. കാരണം ചിലപ്പം അതായിരിക്കാം. അതുപോലെ നമ്മൾ കാണുന്നത്, പാമ്പ് അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ദൈവം ഇതിൽ എന്തെങ്കിലും ആഹാരം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും ഒന്ന് കഴിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്ന് പാമ്പ് ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യത്തിലൂടെ ശരിക്കും ഒരു സംശയം ഈ ഹവ്വയുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സാത്താൻ ചെയ്തത്. അപ്പോൾ സാത്താൻ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ഉള്ളിലേക്ക് ഡൗട്ട് ഇട്ടുകൊണ്ടാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. കാരണം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് സാത്താൻ ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി എന്നുള്ളത് ആ ഒരു ഡൗട്ടാണ്. ആ ഒരു ഡൗട്ട് ഇവിടെയും ഹവ്വയുടെ മനസ്സിലിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഹവ്വ ചെയ്തത് എന്താണ്? ആ സംസാരത്തിൽ, ആ കോൺവെർസേഷനിൽ പിന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ് ശരിക്കും ആ ഒരു തെറ്റ് അവിടെ സംഭവിക്കാനിടയെത്തുന്നത്. അപ്പോൾ സാത്താൻ നമ്മുടെ മുൻപിൽ ഒരു ഡൗട്ട് ഇട്ടെങ്കിലോ, അല്ല സാത്താൻ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ വശീകരിക്കുമ്പോഴോ, നമ്മൾ ഒരിക്കലും സാത്താൻ്റെ കൂടെ സാത്താൻ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ സാത്താൻ്റെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകരുത്. സാത്താൻ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നോ പറയുക ആ കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു രക്ഷയില്ലെങ്കിൽ നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്ന്, അല്ല സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ദൈവമക്കളാണെങ്കിൽ നമ്മൾ മനുഷ്യരാണ്, നമുക്കൊരു ജഡമുണ്ട്. ആ ജഡം ബലഹീനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു പക്ഷേ നമ്മൾക്ക് നോ പറയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമ്മളവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട ഒരു കാര്യം അവിടെ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ശരിക്കും സാത്താൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ മൃഗം സംസാരിക്കുന്നത് തുടങ്ങുമ്പോൾ തന്നെ ശരിക്കും അതിന് നോ പറയുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ അതിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ തെറ്റിലേക്കൂടെ നയിക്കാനിടയായി തീർന്നത്. ഓക്കെ, പിന്നീട് അപ്പോൾ ഈവിനോട് പാമ്പ് ചോദിച്ചു എന്തെങ്കിലും കഴിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈവ് പറഞ്ഞൊരു മറുപടി, ഹവ്വ പറഞ്ഞൊരു മറുപടി എന്നുള്ളത്, ഈ തോട്ടത്തിന് നടുവിലൊരു വൃക്ഷമുണ്ട്, ആ ഒരു വൃക്ഷത്തിന്റെ പഴത്തേല് അത് തൊടുവാനോ ഭക്ഷിക്കാനോ പാടില്ല എന്ന് ദൈവം പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ ദൈവം പറഞ്ഞ എന്താണ്? ആ വൃക്ഷത്തിന്റെ പഴം കഴിക്കരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദമായിരിക്കും ആ ഒരു കാര്യം പറഞ്ഞു കൊടുത്തത്. അത് തുടരുതെന്നുള്ള ഒരു കാര്യം ഒരു പക്ഷേ ആദമായിരിക്കും പറഞ്ഞു കൊടുത്തത്. കാരണം ആദം പറഞ്ഞാണ്, ഈ തോട്ടത്തിന് നടുവിൽ ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്മ തിന്മ എന്താണ് തിരിച്ചറിയുന്നവരായി തീരും, നമ്മൾ മരിക്കും അതുകൊണ്ട് അതിലോട്ട് അത് തൊടാനോ ഒന്നും ചെയ്യണ്ട, അതുകൊണ്ട് അത് തൊടാൻ പോവുകയോ വേണ്ട, തൊടുകയോ പറിക്കുകയോ ഒന്നും ചെയ്യാൻ പോകണ്ട എന്ന്, അല്ലാതെ കഴിക്കാനേ പോകണ്ട എന്ന്, അതുകൊണ്ട് തൊടാനും കഴിക്കാനും ഒന്നും ചെയ്യണ്ട, അതിനെ വെറുതെ വിട്ടേക്കാനെന്ന് ഒരു പക്ഷേ ആദം പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു സെൻറ്റൻസ് അഡീഷണലായിട്ട് ഈ അവിടെ പറഞ്ഞതെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം.
അങ്ങനെ അത് അപ്പോൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഈവ് അങ്ങനെ പറഞ്ഞപ്പോൾ സാത്താൻ്റെ മറുപടി, അങ്ങനെയൊന്നുമല്ല, അത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ദൈവത്തെ പോലെ ആവും, നിങ്ങൾക്കും ശരിയേതോ തെറ്റേതോ തിരിച്ചറിയുവാൻ ഇടയായി തീരും എന്ന് പാമ്പാണ് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ തന്നെ അതിലൂടെ ശരിക്കും ആ ഒരു ഡൗട്ട് ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. കാരണം അതിലൂടെ സാത്താൻ പറയുന്നത് ദൈവത്തിനറിയാം എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നുള്ളത്. നിങ്ങളും ഇത് ഭക്ഷിച്ച് നിങ്ങളും ദൈവത്തെ പോലെ നിങ്ങൾക്കും ഇത് ശരിയത് തെറ്റേത് തിരിച്ചറിയാനൊരു കഴിവ് നിങ്ങൾക്ക് കിട്ടും എന്ന് സാത്താൻ ഈ സ്ത്രീയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവസാനമായിട്ട് സാത്താൻ്റെ ട്രിക്ക് കൂടെ വർക്ക് ചെയ്യുന്നത്, സാത്താൻ അവിടെ വേറൊരു കാര്യം കൂടെ ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ സ്ത്രീയുടെ മനസ്സിലേക്ക് സ്ത്രീ ആ പഴത്തെ നോക്കിയപ്പോൾ അതിന് തിളക്കം കാണിച്ചു, അല്ലെങ്കിൽ അതിനൊരു അട്രാക്റ്റീവായിട്ടൊരു ഒരു കാര്യം സാത്താൻ അതിന് കൊടുത്തു. ഇത്രയും നാളും ഒരു പക്ഷേ ആ സ്ത്രീയും ആദമും ആ മരത്തിന്റെ മുന്നിലൂടെ നടന്നു പോയപ്പോൾ ഒരു പക്ഷേ ആ സമയത്ത് ആ പഴത്തിന് അത്രമാത്രം ഒരു അട്രാക്ഷനോ അല്ലെങ്കിൽ ആ ഒരു തിളക്കമോ ഒന്നും ഫീൽ ചെയ്ത് കാണത്തില്ല. പക്ഷേ സാത്താൻ ആ സമയത്ത് എത്തിയപ്പോഴോ സാത്താൻ എന്താണ് ചെയ്തത്? ആ സ്ത്രീ ആ സമയത്ത് ഇത് പറഞ്ഞിട്ട് ഈ സംസാരം കഴിഞ്ഞ ശേഷം സ്ത്രീ ആ പഴത്തെ നോക്കിയപ്പോൾ അപ്പോഴാണ് സ്ത്രീക്ക് അതിനൊരു അട്രാക്ഷൻ ഫീൽ ചെയ്തത്. അതിനകത്ത് സാത്താൻ ഒരു അട്രാക്ഷൻ കൊടുത്തു, അതിനൊരു തിളക്കം സാത്താൻ കൊടുത്തു. അത് അങ്ങനെയാണ് സാത്താൻ നമ്മളെ വഞ്ചിക്കുന്നത്. നമ്മളെ അത് നല്ല കാര്യമാണെന്നും പറഞ്ഞ് സാത്താൻ നമ്മളെ അട്രാക്ട് ചെയ്യും. സാത്താൻ ഇപ്പം കാരണം നമ്മളെ തെറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാത്താൻ നമ്മളെ ആ ഒരു രീതിയിലാണ് വീഴ്ത്തുന്നത്. കാരണം ഇത് നല്ലതാണെന്നുള്ളൊരു ചിന്ത അതിനോട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഐസിനും കൂടെ ഒന്ന് അട്രാക്ഷൻ വരുന്ന രീതിയിലേക്കായിരിക്കും സാത്താൻ പ്രവർത്തിക്കുന്നത്. ആ രീതിയിലാണ് സാത്താൻ അവിടെയും പ്രവർത്തിച്ചത്. ആ ഒരു പഴത്തിനെ അത് അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൗവ ആ പഴം കഴിച്ച് ഭക്ഷിച്ചു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ആ പഴം ഭക്ഷിച്ച ഉടനെ ഈവിൻ്റെ കണ്ണ് തുറന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം. കാരണം ഈവ് നോക്കിയപ്പോഴോ ഓക്കെ ഇത് കഴിച്ചു, പ്രത്യേകിച്ചൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ വിചാരിച്ചേ അപ്പോൾ ദൈവം ഒരു പക്ഷേ ചിലപ്പം പറ്റിച്ചതായിരിക്കാം എന്ന് വിചാരിച്ച് കാണാം. അതുകൊണ്ട് തന്നെ ഈവ് ധൈര്യത്തോടെ ആ പഴവും പറിച്ചുകൊണ്ട് ആദമിൻ്റെ അടുക്കിലേക്കും പോകാനിടയായി തീർന്നു. എന്നിട്ട് ആദമിനും കൊടുത്തു. ആദമ നോക്കിയപ്പോൾ ഈവിനും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ആദം വിചാരിച്ചു, കാരണം ദൈവം പറഞ്ഞാണ് ഇത് കഴിച്ച നാൾ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഈവ് മരിച്ചിട്ടുമില്ല, അതിൽ മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ആഡമിന് ഒരു സംശയം തോന്നിക്കാണാം. ഈവ് ഇത് കഴിച്ചിട്ടൊന്നും പറ്റില്ല, അപ്പം ഞാൻ കഴിച്ചാലും എനിക്കൊന്നും പറ്റത്തില്ല. അപ്പം ഈ പാമ്പ് പറഞ്ഞതുപോലെ എനിക്കും ദൈവത്തെ പോലെ ആകാൻ പറ്റും എന്നുള്ളൊരു ചിന്ത ഒരു പക്ഷെ ആദമിനും വന്ന് കാണാം. അതുകൊണ്ടാണ് ആദമും അത് കഴിക്കാനിടയായി തീർന്നത്. പക്ഷേ ഈ ആദമും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും രണ്ടുപേരും കണ്ണ് തുറന്നായിട്ട് കാണുന്നത്. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്. കാരണം അത് ഈവ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈവിൻ്റെ കണ്ണ് തുറന്നില്ല. പക്ഷെ ആദമും രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും കണ്ണ് തുറന്നതെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോഴാണ് അവർക്ക് ആ ഒരു നഗ്നത അവർക്കത് ഫീൽ ചെയ്തത്. ആ നഗ്നത ഫീൽ ചെയ്തപ്പോൾ അവർ ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന അത്തിയുടെ ഇല കൊണ്ട് അവരുടെ ആ നഗ്നത മറയ്ക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് അത്രമാത്രം അത് മറയ്ക്കാൻ ഇടയായില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം ദൈവം അവരെ കാണാൻ വന്നപ്പോൾ അവർക്ക് നഗ്നമായ ശരീരം കൊണ്ട് അവർക്ക് ദൈവത്തെ അപ്രോച്ച് ചെയ്യാനായിട്ട്, ദൈവത്തെ നേരിട്ട് കാണുവാൻ, സംസാരിക്കാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. അത് പക്ഷെ ദൈവത്തിൻ്റെ ഒരു നേച്ചർ എന്നുള്ളത്, ദൈവം ആഗ്രഹിച്ചത് ഈ മനുഷ്യരുടെ കൂടെ വ്യക്തിപരമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ദൈവത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ ഉദ്ദേശത്തിനും കൂടിയായിരുന്നു ഈ ദൈവം മനുഷ്യരെ ഏദൻ തോട്ടത്തിലോട്ട് ആക്കിയത്. അതുകൊണ്ട് വെയിലാറിയ സമയത്ത്, ഈവനിങ് ആയ സമയത്ത്, അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ദൈവം അവിടെ നടന്നു വരുന്നു. അവരോടുകൂടി സമയം ചെലവഴിക്കുവാനായിട്ട് ദൈവം നടന്നു വരുന്ന ഒരു കാഴ്ച. ദൈവം നമ്മോടുകൂടെ ദൈവത്തിന് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ തെറ്റ് ചെയ്തിട്ടും ഇവരെ അന്വേഷിച്ച ദൈവമാണ് വന്നത്. അപ്പോൾ ദൈവത്തിന് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം. ഇവർ തെറ്റ് ചെയ്തു എന്നുള്ള എല്ലാം വ്യക്തമായിട്ട് ദൈവത്തിന് അറിയാം. എന്നിട്ടും ദൈവം അവിടെ വന്നിട്ട് അവരന്വേഷിക്കുകയാണ്. നിങ്ങൾ എവിടെയാണെന്നാണ് എന്ന് പറയാൻ, നിങ്ങൾ എവിടെയാണെന്നാണ്
ദൈവം അവരോട് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളിവിടെ മറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളുടെ നഗ്നത കാരണം ഞങ്ങളിവിടെ മറഞ്ഞിരിക്കുകയാണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ശരിക്കും ദൈവം ആഗ്രഹിച്ചത് നിങ്ങൾ എവിടെയാണെന്ന് പറയുമ്പോൾ അവർ അപ്പം തന്നെ ദൈവത്തിന് മുന്നിൽ വന്ന് അവർ ദൈവത്തോട് ക്ഷമ പറയണമെന്നുള്ള കാര്യമാണ് ശരിക്കും ദൈവം അവിടെ ആഗ്രഹിച്ചത്. ഒരു പക്ഷേ ദൈവത്തോട് അവർ ക്ഷമ പറഞ്ഞായിരുന്നെങ്കിൽ ഒരു പക്ഷെ ദൈവം ഒരു പക്ഷേ ദൈവം അവരോട് ക്ഷമിക്കുകയും ചെയ്യും. അവരെ അവിടെ തന്നെ ഒരു പക്ഷെ അവരവിടെ തന്നെ നിർത്തുവാനും ചിലപ്പം ഇടയായി തീരുമാനമായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാം. കാരണം ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. ദൈവത്തോട് ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ക്ഷമിക്കും. അങ്ങനത്തെ ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷെ അവരവിടെ ക്ഷമ പറയല്ല ചെയ്തത്. പകരം എന്താണ് ചെയ്തത്? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ആരോപിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. കാരണം ആദം പറഞ്ഞത്, ദൈവം നീ തന്ന ഈ സ്ത്രീ കാരണമാണ് ഞാൻ തെറ്റി, ഈ സ്ത്രീ കൊണ്ടുവന്ന പഴം ഞാൻ കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ശരിക്കും ആദം അവിടെ ദൈവത്തെയും കുറ്റം പറയുകയാണ് ചെയ്യുന്നത്, സ്ത്രീയെയും കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. കാരണം നീ തന്ന സ്ത്രീ എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തോട് പാർഷ്യലായിട്ട് ഒരു പകുതി കുറ്റം ദൈവത്തിനവിടെ കൊടുക്കുകയാണ്. ദൈവം കൊണ്ടുവന്ന സ്ത്രീയാണ് എനിക്ക് ഈ പ്രശ്നം ഒപ്പിച്ചിരിക്കുന്നത് എന്നാണ് ആദം അവിടെ ആദ്യം ഉദ്ദേശിച്ചത്. പിന്നെ രണ്ടാമത് ഈ സ്ത്രീയാണ് ഈ പഴം തന്നെന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ കാരണമാണ് ഞാനിത് കഴിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ആദം കംപ്ലൈൻറ്റ് ചെയ്തത് ഈ ദൈവം കാരണം ഞാൻ തെറ്റ് ചെയ്തു, ഈ സ്ത്രീയും കാരണം ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ള ഒരു മറുപടിയായിരുന്നു ആദമിനവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോൾ ദൈവം സ്ത്രീയോട് സ്ത്രീയെ എന്താ നീ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഈ പാമ്പെന്നെ പറ്റിച്ചു, ഈ പാമ്പെന്നെ വശീകരിച്ചു എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. സ്ത്രീ ചെയ്തത് പാമ്പിനെ കുറ്റം പറയുകയാണ് ചെയ്തത്. പക്ഷെ അവർ ചെയ്ത തെറ്റ് അവരങ്ങോട്ടൊന്നും സമ്മതിക്കുന്നില്ല, അല്ല അക്നോളജ് ചെയ്യുന്നില്ല. പലപ്പോഴും നമ്മളും അത് തന്നെയല്ലേ ചെയ്യുന്നത്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ മേലെ ആ കുറ്റം ആരോപിക്കാനിടയെത്തി. ചിലപ്പോൾ നമ്മൾ ദൈവത്തെ തന്നെ കുറ്റം പറയും, ദൈവം ഇതെല്ലാം നിർത്തിവിട്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ നമ്മൾ ചിലപ്പം പറയാനിടയുണ്ട്. അപ്പം ശരിക്കും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. പകരം നമ്മളൊരു തെറ്റ് ചെയ്യുക, നമ്മളെ തെറ്റ് അംഗീകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ തെറ്റ് അംഗീകരിച്ച് നമ്മൾ ഇതൊരു ക്ഷമ പറഞ്ഞ് നമ്മൾ ഇനി അത് ചെയ്യത്തില്ല എന്നുള്ള ദൃഢ തീരുമാനം എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാര്യമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ സെയിം ആഗ്രഹം തന്നെയായിരുന്നു ദൈവത്തിന് ഇവരോടും ഉണ്ടായിരുന്നത്. ഇവരുടെ അടുത്ത് വന്ന് ഇതെല്ലാം പറഞ്ഞപ്പോൾ ദൈവം ഇവരോട് ഇതെല്ലാം തെറ്റൊക്കെ ഉണ്ടായിട്ട് ഇവർ തെറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ദൈവം അറിഞ്ഞിട്ടും ദൈവം അവരെ തേടി വന്ന് നിങ്ങൾ എവിടെയാണ് സ്നേഹത്തോടൊക്കെ ചോദിക്കുന്നതിനർത്ഥം അവിടെ തിരികെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്ന് ദൈവത്തോട് ക്ഷമ പറഞ്ഞ് അതൊന്ന് ക്ലിയർ ആക്കാനുള്ള ഒരാഗ്രഹം ദൈവത്തിനുണ്ടായിരുന്നു. പക്ഷേ അവർ ചെയ്തത് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു തെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു അവരവിടെ ചെയ്തത്. അങ്ങനെ പാമ്പിൻ്റെ നേരെ ഒടുവിൽ പാമ്പിനെയും കുറ്റം പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ദൈവം അവിടെ ചെയ്തത് ശപിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മളവിടെ കാണുന്നത്. അവിടെ ദൈവം ആദ്യമേ തന്നെ ആ പാമ്പിനെ ശപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പാമ്പിനെ ശപിച്ചപ്പോൾ പറഞ്ഞ് നീ ഇനി ഇഴഞ്ഞേ നടക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം ഇതിന് മുൻപേ, ഈ ശപിക്കപ്പെടുന്നതിന് മുൻപേ ഈ പാമ്പിന് കൈകളോ കാലുകളോ അല്ലെങ്കിൽ ചിറകുകളോ ഒക്കെ ഉള്ള ഒരു ജീവിയായിരുന്നു ഈ പാമ്പെന്ന് നമുക്ക് അതിലൂടെ കാണുവാൻ സാധിക്കും. അത് മാത്രമല്ല നമുക്കറിയാം, ഇപ്പം നമ്മളൊരു പാമ്പിനെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അതിനെ കാണുമ്പോൾ ഒരു ഭയമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഒരു പക്ഷേ ആ സമയത്ത് ആ പാമ്പ് ഒരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ജീവിയായിരുന്നായിരിക്കും. കൈയുണ്ട്, കാലുണ്ട്, കാണാൻ കുറച്ച് അല്പം ഭംഗിയും കൂടെ ഉണ്ടായിരുന്നായിരിക്കും. കാരണം ഈ ഹൗവ ഈ പാമ്പിനെ കണ്ടപ്പോൾ ഹൗവയ്ക്ക് ഒരു പേടിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നോർമലായിട്ടാണ് അവിടെ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു അപ്പിയറൻസ് ആയിരിക്കില്ല ആ സമയത്ത് ഈ പാമ്പിനുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് കാണാൻ ദൈവം ശപിച്ചതോടെ പാമ്പിന്റെ ആ ഒരു മജസ്റ്റി, പാമ്പിനുണ്ടായിരുന്ന ആ മൃഗത്തുണ്ടായിരുന്ന തേജസ് അതിന് നഷ്ടപ്പെടാനിടയായി തീർന്നു. അതുപോലെ അതിനുണ്ടായിരുന്ന കൈകളും കാലുകളും ഉണ്ടായിരുന്നത് നഷ്ടപ്പെടാനിടയായി തീർന്നു. അതിന് ചിറകുണ്ടായിരുന്നെങ്കിൽ അതും നഷ്ടപ്പെടും. നമുക്കറിയത്തില്ല ആ സമയത്ത് എങ്ങനെയായിരുന്നു അതിൻ്റെ രൂപം എന്നുള്ളത്. പക്ഷെ നമുക്ക് അസ്യൂം ചെയ്യാം അതിന് കൈകളും കാലുകളും ഒക്കെ ഉണ്ടായിരുന്നായിരിക്കാം. അറ്റ്ലീസ്റ്റ് അതിന് കൈയും കാലും ഉണ്ടായിരുന്നായിരിക്കും. ചിറകിൻ്റെ നമുക്കറിയില്ല, ചിലപ്പോൾ ചിറകും ഉണ്ടായിരുന്നായിരിക്കും. പക്ഷേ ആ തെറ്റ് ചെയ്തതിന് ശേഷം അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് അതിനുണ്ടായത്. അതുപോലെ അതിന് ഇഴഞ്ഞു പോകേണ്ട അവസ്ഥയെത്തി, അതിന് ആ പൊടി അതിന് ആഹാരമായിട്ട് കഴിക്കേണ്ട അവസ്ഥയെത്തി. അങ്ങനെ അതിന്
അതിൻ്റെതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും അതിനുണ്ടാകുവാനിടയായി തീർന്നു. ഒരു പക്ഷേ ഇതെല്ലാം സംഭവിക്കും കാരണം ആ ഒരു തെറ്റ് ആ സ്ത്രീയെ ഡിസീവ് ചെയ്ത് അത് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഈ തെറ്റുകളൊക്കെ ഈ ശാപം ആ പാമ്പിനിടയായി തീർന്നത്. അങ്ങനെ ആ ഒരൊറ്റ പാമ്പ് ചെയ്തതിൻ്റെ ആ ഒരു അനന്തരഫലം എന്നുള്ളത് ബാക്കി എല്ലാ പാമ്പിനും ആ ഒരു കാര്യം അനുഭവിക്കേണ്ടി തീർന്നു. അതുപോലെ നമ്മൾ അത് അതിന് ശേഷം പിന്നീട് സ്ത്രീയെ ശപിക്കാനിടയിൽ തീർന്നു. കാരണം ലേബർ പെയിൻ ആണ് കൊടുത്തത്. അതുപോലെ പുരുഷൻ സ്ത്രീയുടെ മേൽ ആധിപത്യം ചെയ്യും എന്നുള്ള ആ ഒരു കാര്യം ദൈവം അവിടെ അങ്ങനെ അത് പറഞ്ഞാണ് സ്ത്രീയെ ശപിച്ചത്. അതിനുശേഷം ദൈവം മനുഷ്യനെ ആദമിനെയും ശപിച്ചു. ആദമൻ നീ കഷ്ടപ്പെട്ട് നീ ജീവിക്കും, അതുപോലെ നീ മരിച്ചു പോകും, നീ മണ്ണിൽ നിന്നുണ്ടെങ്കിൽ മണ്ണിലേക്ക് തിരിച്ചു പോകും, നീ കഷ്ടപ്പെട്ട് നീ ജീവിക്കും, നീ കൾട്ടിവേറ്റ് ചെയ്ത് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്ത് നേരത്തെ ദൈവം എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇനി അങ്ങനെ ഇല്ല, ഇനി നീ കഷ്ടപ്പെട്ട് എല്ലാം ചെയ്ത് നിനക്ക് ജീവിക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം മനുഷ്യനെ ശപിക്കുകയാണ് ചെയ്യും, അല്ലെങ്കിൽ ആദമിനെ ശപിക്കുകയാണ് ചെയ്യും. പക്ഷെ നമ്മളതിൽ കാണുന്ന ഒരു കാര്യം എന്നുള്ളത് ഇവരും 3 പേരുമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ആ ഒരു തെറ്റ് ചെയ്തതെങ്കിൽ പോലും അത് കാരണം പലർക്കും അതിൻ്റെ ആ ഒരു തെറ്റിൻ്റെ അനന്തരഫലം അനുഭവിക്കാൻ ഇടയായി തീർന്നു കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം പാമ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലോ ആ ഒരൊറ്റ പാമ്പ് ചെയ്തതിന് പിന്നീടുണ്ടായ പാമ്പുകൾക്കല്ല ആ ശാപത്തിൻ്റെ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ പിന്നീടുണ്ടായിരുന്ന മനുഷ്യര്, സ്ത്രീയായാലും പുരുഷനായാലും അവരൊക്കെ ജനിക്കുന്നതൊക്കെ പാപ സ്വഭാവത്തിൽ അവർ ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞു ഈ നിലം ശപിക്കപ്പെട്ടു എന്ന് ആദമിനോട് പറഞ്ഞപ്പോൾ ഈ നീ നിൽക്കുന്ന നിലം വരെ ശപിക്കപ്പെടുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നിലവും കൂടെ ശപിക്കപ്പെടും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ 3 പേരുടെ തെറ്റ് കാരണം പലർക്കും പല കാര്യങ്ങൾക്കും അതിൻ്റെ ഒരു അനന്തരഫലം, അതിൻ്റെ ആ കേഴ്സ് എന്നുള്ള ശാപം ഒരു അനന്തരഫലമായിട്ട് പലതിനും അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു നമ്മളവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ കാണുന്നത് ദൈവം പക്ഷേ എന്നിട്ടും ദൈവം ഒരു കാര്യം ചെയ്തു എന്നുള്ളതാണ്. ദൈവം എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇവരുടെ നഗ്നത മറയ്ക്കാൻ അവർക്കത് ബുദ്ധിമുട്ടായിരുന്നു. അവർക്കത് അത്രയ്ക്കും അങ്ങോട്ട് ശരിക്കും മറയ്ക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യം ദൈവം കണ്ടതുകൊണ്ട് ദൈവം അവർക്ക് ഒരു തോലെടുത്ത് അവർക്കൊരു വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. കാരണം അവിടെയാണ് ശരിക്കും ആദ്യത്തെ സാക്രിഫൈസ് അവിടെയാണ് നടക്കുന്നത്, അവിടുത്തെ ആദ്യ യാഗം അവിടെയാണ് നടക്കുന്നത്. ദൈവം അവരുടെ ഒരു പക്ഷേ ആ ഇലയും വെച്ച് അവരുടെ പ്രൈവറ്റ് പാർട്സും ഒക്കെ മറയ്ക്കുവാണെങ്കിൽ പോലും ഒരു പക്ഷേ അതിൻ്റെ ആ ഇലയും അതിൻ്റെ അതെല്ലാം കൊണ്ട് അവർക്ക് ചിലപ്പോൾ ചൊറിച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവർ കവർ ചെയ്യുന്നത്. കാരണം അവർക്ക് ആ ചൊറിച്ചിലും മറ്റു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർക്ക് ശരീരം പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ മുഴുവനായിട്ട് അവർക്ക് കവർ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നായിരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയാകും. അതുകൊണ്ടാണ് ദൈവം ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലുടിപ്പിച്ചത്. അപ്പോൾ ഒരു സാക്രിഫൈസിലൂടെ ദൈവം അവരുടെ നഗ്നത മറയ്ക്കാനായിട്ട് ഇടയായി. ഇതുപോലെയല്ലേ ദൈവം നമ്മുടെ ജീവിതത്തിലും ചെയ്തത്. നമ്മൾക്കും ഉണ്ടായിരുന്നതും ഈ ഒരു നമ്മുടെ പാപ സ്വഭാവം കാരണം നമ്മൾക്കും ഇതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുവാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു. നമ്മളുടെ ആ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ദൈവത്തിന് സന്നിധി നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. പകരം പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗമാക്കിയതിലൂടെ നമ്മളുടെ പാപങ്ങളൊക്കെയും എടുത്തു മാറ്റി, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളൊക്കെയും മറച്ചു കളഞ്ഞ് നമുക്ക് ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ യോഗ്യരാക്കി മാറ്റി. ആദം ഹവ്വ ചെയ്തതുപോലെ ഒരു മരത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കേണ്ട ആവശ്യം ഇപ്പോൾ നമുക്കില്ല. അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത് നമ്മൾ മടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കാരണം യേശു കർത്താവിലൂടെ നമ്മളുടെ പാപങ്ങളൊക്കെയും മറച്ച് എല്ലാം മാറ്റിക്കളഞ്ഞ് നമുക്ക് ധൈര്യമായിട്ട് നമ്മളെ നീതിയുടെ വസ്ത്രം നമ്മളെ അണിയിച്ച് നമുക്ക് ധൈര്യമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവം ആ രീതിയിലും കൂടെ ദൈവം അവിടെ പ്രവർത്തിക്കാനായിട്ട് തീർന്നു. അതിനുശേഷം ദൈവം ചെയ്തത് ആദമേ ഹവ്വയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പിന്നീട് അവർക്ക് ദൈവം പറയുന്നൊരു സെന്റൻസ് ഉണ്ട്, ഈ മനുഷ്യർ ഇനി നമ്മളെപ്പോലെ നിത്യജീവനോടെ ഇരിക്കാതിരിക്കാൻ ആ പഴം പറിച്ച് അവർ ഭക്ഷിച്ച് നിത്യമായിട്ട് ജീവിക്കാതിരിക്കാനായിട്ട് അവർ കയറാതിരിക്കാനായിട്ട് ദൈവം അവിടെ കെരൂബുകളെ അവിടെ നിർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
പക്ഷെ നമ്മളവിടെ നോക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ദൈവം അവിടെ ഒരു പ്ലൂറൽ വാക്കായിട്ടാണ് ദൈവം തന്നെ പ്രസന്റ് ചെയ്യുന്നത്. നമ്മെ പോലെ ആകാതിരിക്കേണ്ടതിന് എന്നാണ്. ഇപ്പം ദൈവം പറയുന്നത് നമ്മെ പോലെ തെറ്റും ശരി അവർ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മെ പോലെ എന്നുള്ള, അപ്പൊ എന്നെ പോലെ എന്നല്ല, നമ്മെ പോലെ. അപ്പം അതിൻ്റെ അർത്ഥം ആ സമയത്ത് തന്നെ പിതാവായ ദൈവം, പുത്രനും പരിശുദ്ധാത്മാവും ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ജെനസിസ് 1 ആ സെയിം കാര്യം ദൈവം പറയുന്നുണ്ട്. ലെറ്റ് us ക്രിയേറ്റ് മാൻ ഇൻ അവർ ഇമേജ് എന്നാണ് പറയുന്നത്. നമ്മളുടെ സ്വന്തം രൂപത്തിൽ നമ്മൾക്ക് മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ സൃഷ്ടിക്കുന്ന മുമ്പേ തന്നെ പിതാവായ ദൈവം, പുത്രനും പരിശുദ്ധാത്മാവും ആ സമയത്ത് എക്സിസ്റ്റ് ചെയ്യുന്നു. ട്രിനിറ്റി, തൃത്വം എന്നുള്ള ഒരു കാര്യം ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അതിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ദൈവന്മാരെ പുറത്താക്കിയതായിട്ട്, ഒടുവിൽ ദൈവന്മാരെ പുറത്താക്കി അവരാ ജീവന്റെ വൃക്ഷം കഴിക്കാതിരിക്കുവാനായിട്ട് അവിടെ കെരൂബുകളെ നിർത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഒരു പക്ഷേ അവരന്ന് റിപ്പന്റ് ചെയ്തായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നായിരിക്കാം. പക്ഷെ ദൈവം നമ്മളുടെ മേൽ കൈവിടുന്ന ഒരു ദൈവമല്ല. ഈ ആദമും ഹവ്വയും തെറ്റൊക്കെ ചെയ്തു. ഇത് കഴിഞ്ഞുള്ള ചാപ്റ്ററിലൊക്കെ ഇനി വലിയ വലിയ തെറ്റുകളാണ് നമ്മളവിടെ കാണുന്നത്. അതൊക്കെ സംഭവിച്ചെങ്കിൽ പോലും ദൈവം മനുഷ്യനെ കൈവിട്ടില്ല. ദൈവം മനുഷ്യനെ ഒരുപാട് സ്നേഹിച്ചു, അല്ലെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കുന്നു, ഇപ്പോഴും മനുഷ്യനെ ഒരുപാട് സ്നേഹിക്കുന്നു. ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ടാണ് ആ പിതാവായ ദൈവം പുത്രനെ അയച്ച് നമ്മളെ രക്ഷിച്ചത്. പുത്രനെ കാൽക്രൂശിലെ യാഗമായിട്ട് കൊടുത്ത് നമ്മളെ രക്ഷിച്ചത്. അന്ന് നഷ്ടപ്പെട്ടു പോയ ബന്ധം ഇതോടെ, ഈ ഒരു കാര്യം സംഭവിച്ചതോടെ, ആദമും ഹവ്വയും പുറത്താക്കിയതിന് ശേഷം ദൈവം മനുഷ്യൻ തമ്മിൽ വലിയൊരു തടസ്സം അവിടെ ഉണ്ടായി. ഒരു ബാരിയർ അവിടെ, ഒരു വലിയൊരു മതിലവിടെ ഉണ്ടോ അതിനിടയിൽ തീർന്നു. പക്ഷേ ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ യാഗമായിട്ട് ഏൽപ്പിച്ചതിലൂടെ ആ ബാരിയർ, ആ തടസ്സം, മനുഷ്യനും ദൈവം തമ്മിലുള്ള തടസ്സം, അത് പിതാവായ ദൈവം, അല്ലെങ്കിൽ ആ ദൈവം അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റി. എന്നിട്ട് ഈ മനുഷ്യർക്ക് ദൈവത്തിനിടയ്ക്ക് വരുവാനായിട്ട് അർഹരാക്കി മാറ്റിയെന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. മനുഷ്യരെ ഓർത്തപ്പോൾ, മനുഷ്യരുള്ള സ്നേഹം ഉണ്ടായിരുന്നപ്പോൾ ദൈവം മനുഷ്യരെ കൈവിടാതെ ആ വലിയൊരു റിഡംഷൻ ദൈവം അവിടെ ചെയ്യുവാനായിട്ട് തീർന്നു. അപ്പോൾ ഈ ചിന്ത നമ്മളെ ഭരിക്കട്ടെ. കാരണം ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നതിൻ്റെ ഒരു മെസ്സേജ് കൂടിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കാരണം യേശു കർത്താവിലൂടെ നമ്മളെ വീണ്ടെടുത്ത് നമ്മൾ അന്ന് നഷ്ടപ്പെടുത്തിയ ആദമും ഹവ്വയും ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയ ബന്ധം അത് ഇന്ന് കർത്താവ് യേശു ക്രിസ്തു റീസ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് നമുക്ക് തുടർന്നും ജീവിക്കാൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.